സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മളെങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെ പോയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കണമെന്ന് കുറേയൊക്കെ വിചാരിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. ഞാൻ മടി പിടിച്ചിരുന്നു. മടി അതെൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടല്ല. കൺസിസ്റ്റൻസി അത് നമ്മുടെ എപ്പോഴും പറയുന്ന വാക്കാണ്. അത് ഒട്ടും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. തലയടിച്ച് പൊളിക്കണം എങ്ങനെയൊക്കെ പറയുമ്പോൾ കള്ളക്കടയാടി. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി ഒരു ബോറിങ് വീഡിയോ ആണ്. ലിറ്ററലി ഇതൊരു ബോറിങ് വീഡിയോ. കാരണം ഈ വീഡിയോയിൽ ഞാനൊരു 30 മിനിറ്റ് ബോറടിച്ചിരിക്കാൻ പോവാം. ഇപ്പോൾ സമയം 9:32. ഒരു 10 മണി വരെ ഞാൻ ബോറടിച്ചിരിക്കാൻ പോവാം. 30 മിനിറ്റ് ഉണ്ടാവും ഈ വീഡിയോ. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അൺകട്ടായിട്ട് ഫുൾ 30 മിനിറ്റ് ലെങ്ത്തിൽ ഈ വീഡിയോ ഉണ്ടാവും. ആൻഡ് ഐ ചലഞ്ച് യു ദാറ്റ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വാച്ചിങ് ദിസ് നൗ, ഇപ്പോൾ ഇവിടം വരെ കണ്ട ആൾക്കാർ ഒരു ഭൂരിഭാഗം ആൾക്കാർ പോട്ടെ, ഒരു ചെറിയ ശതമാനം ആൾക്കാർ പോലും ഇത് ഫുള്ള് 30 മിനിറ്റ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ്. ഐ എം സെയിങ് ദാറ്റ് ആരും ഇത് ഫുള്ള് വാച്ച് ചെയ്യില്ല ഈ വീഡിയോ. ഒന്നാമത്തെ നമുക്ക് വ്യൂവേഴ്സ് ഒന്നും ഇല്ല, നമ്മൾ തുടക്കക്കാരനല്ലേ. കാണുന്ന ആൾക്കാർ പോലും 30 മിനിറ്റ് ഇത് കാണില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇത് അതുപോലത്തെ ഒരു വീഡിയോ ആണ്. ഇതൊരു ബോറിങ് വീഡിയോ ആണ്. ഒരു മിനിറ്റ്, വീഡിയോ മര്യാദക്ക് റെക്കോർഡ് ആവണമെന്ന് നോക്കട്ടെ. കാരണം പണി കിട്ടിയ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ ക്യാമറ ഭയങ്കരമായിട്ട് ഫ്ലിക്കർ വരുന്നുണ്ട് ഇടയ്ക്ക്, ഒന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ അവിടെ വെച്ചേക്കാം. ഫ്ലിക്കർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതൊരു റോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും ഉറപ്പായിട്ടും 30 മിനിറ്റിൻ്റെ. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് കേട്ടോ. 30 മിനിറ്റ് കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ സംതിങ് വെരി അടിപൊളി. അപ്പം ടോപ്പിക് എന്താ വെച്ചാൽ ബോർഡം. ഐ എം ടോക്കിംഗ് അബൌട്ട് ബോർഡം. എന്തിന് ബോറടിച്ച് 30 മിനിറ്റ് ഇരിക്കുന്നു? ബ്രെയിൻ റോട്ട്. എനിക്ക് ശരിക്കും ഫീല് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ നാളുകളായിട്ട് ഞാൻ ബ്രെയിൻ റോട്ടഡാണ്. ബ്രെയിൻ റോട്ട് എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഈ പറഞ്ഞ കണക്ക് ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ ചത്തിരിക്കുക. എക്സാക്ട്ലി ദാറ്റ്. നമ്മൾ ഒന്നും ചെയ്യാതെ ചത്തിരിക്കുക, അതാണ് ബ്രെയിൻ റോട്ട്. ഈ ക്യാമറ എവിടെയെങ്കിലും ഒന്ന് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇച്ചിരി സുഖമായേനെ. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദിസ്. ഹലോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ബ്രെയിൻ റോട്ട്. ഞാൻ ബ്രെയിൻ റോട്ടാണ്. കുറേ നാളുകളായിട്ട്, അത് പരീക്ഷയ്ക്ക് ശേഷം എന്ന് പറയാൻ പറ്റില്ല. മെയിലിപ്പോൾ ഫൗണ്ടേഷൻ്റെ എക്സാം എഴുതി, പരീക്ഷയ്ക്ക് ശേഷം അതിന് മുമ്പും പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും കുറേയൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു ഞാൻ. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ദാറ്റ്സ് എ വെരി ബിഗ് മിസ്റ്റേക്ക്. ഇത് ഫുള്ളി അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത് എൻ്റെ തലയിൽ എന്തൊക്കെയോ വരുന്നത് ഞാൻ പറയാൻ വന്നതാണ്. ലാസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ട് 3, 4, 5 മാസം എങ്ങാണ്ടായി. അതിനുശേഷം അന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ എന്തോ പറഞ്ഞത്, ഇനി വീഡിയോ ഇടണം, അടിപൊളിയാവണം, സെറ്റാവണം എന്നൊക്കെയാ. അതിനുശേഷം എന്തോ ഞാൻ 3 വീഡിയോ കണ്ട് റെക്കോർഡ് ചെയ്തതാണ്. ആക്ച്വലി 3 ഡിഫറെൻറ്റ് വ്ളോഗ് ഞാൻ റെക്കോർഡ്. എൻ്റെ ഇടയ്ക്ക് ഞാൻ 2 വട്ടം ശബരിമലയ്ക്ക് പോയി. ഈ ഒരു ടൈം പീരീഡിൽ ഞാൻ 2 വട്ടം ശബരിമലയ്ക്ക് പോയി. പിന്നെ കുറച്ച് മെഡിക്കൽ സംഭവങ്ങൾ, എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കിടന്നു. കണ്ടൻറ് ഉണ്ടായി ഒരിടയ്ക്ക്. അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ ഇരുന്നിട്ട് അത് ഡ്രോപ്പ് ചെയ്ത കുറച്ച് വീഡിയോ ഉണ്ട്. അങ്ങനെ അങ്ങ് പോയി. ശരിക്കും പറഞ്ഞാൽ മടിയാണ്. ഒരു മിനിറ്റ്. ഓക്കെ, മടിയാണ് മെയിൻ. മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ടു ഡു ദിസ് തിങ്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, പക്ഷേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാണ്ട്. ഐ നോ ഐ എം ബീങ് ഇൻകൺസിസ്റ്റൻറ്റ് വെരി മച്ച്. പക്ഷേ ചെയ്യാനായിട്ട് തോന്നില്ല. തോന്നിയാൽ തന്നെ തുടങ്ങിയത് പോലും
പതുക്കെ വെച്ച് ഡ്രോപ്പ് ചെയ്യുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. മര്യാദ കേൾക്കുന്നുണ്ടോ? യാ സോ ഇതും ബ്രെയിൻ റോട്ടും തമ്മിൽ എന്നാ ബന്ധം വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രെയിൻ റോട്ട് നമുക്ക് ആക്ച്വലി ഡിഫൈൻ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. ബ്രെയിൻ റോട്ട് പല ലെവലിലുണ്ട്. ഞാനിപ്പോൾ ഏത് ലെവലിലാണെന്ന് എനിക്കറിയില്ല. നല്ല കൂടിയ സാധനമാണ്, കൂടിയ ലെവലിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ചെയ്യാണ്ട് ഇൻസ്റ്റഗ്രാമിൽ റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇൻസ്റ്റഗ്രാമിൽ റീൽ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ച് മാറി നിന്നിട്ട് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഷോർട്സ് സ്ക്രോൾ ചെയ്യുക. സ്ക്രോളിങ് ഈസ് എ വെരി ബിഗ് പ്രോബ്ലം. നമ്മൾ ഇതൊരു ബോറിങ് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞു. ആക്ച്വലി നമ്മൾ ബോറടിച്ചിരുന്നിട്ട് എത്ര നാളായി കാണും? ഞാൻ പറയുന്നത് ശരിക്കും ബോറടിച്ചിരുന്നിട്ട് എത്ര നാളായി കാണും? ബോറടിച്ചിരുന്നിട്ട് നമ്മൾ ഈ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ മൊബൈലൊക്കെ ഇത്ര വരുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ആശുപത്രി പോവാം, ഡോക്ടറെ കാണാൻ പോയി ചീട്ടെടുത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോക്കൺ വിളിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കണം. ഒരുപാട് നേരമൊക്കെ നല്ല തിരക്കുള്ള ആശുപത്രി ആണെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ആസ് എ കിഡ്, നമ്മൾ ചെറുതാർന്നപ്പോൾ നമ്മൾ ആ ഒരു വെയിറ്റിംഗ് സമയത്ത് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ആ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കും. ആശുപത്രിയിൽ ഇങ്ങനെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കും. അവിടുത്തെ ആശുപത്രിയിൽ കുറേ ഇങ്ങനെ പോസ്റ്റേഴ്സൊക്കെ വെച്ചിട്ടുണ്ടാവും. അതായത് ഹെൽത്തിനെ പറ്റി ഇതിനെ പറ്റിയൊക്കെ നോട്ടീസുകൾ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ വായിച്ചു നോക്കും. പിന്നെ അമ്മയുടെ അടുത്ത് സംസാരിച്ചിരിക്കും. അമ്മയായിരിക്കും നമ്മളെ കുഞ്ഞായിരിക്കുമ്പോൾ കൊണ്ടുപോകുന്നത്. അമ്മയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കും. ആ സമയത്ത് നമ്മൾ വി ആർ എക്സ്പീരിയൻസിങ് സംതിങ്. അതായത് വായിക്കുന്നു, ആൾക്കാരെ ചുറ്റും കാണുന്നു, ഒബ്സേർവ് ചെയ്യുന്നു. ഒബ്സേർവ് ചെയ്യുന്നു. അതാണ് പറ്റിയ വേർഡ്. നമ്മൾ ഒബ്സേർവ് ചെയ്യുന്നു ആ ഒരു സ്ഥലം. പക്ഷേ ഇപ്പോൾ എത്ര നാളായിക്കാണ് നമ്മൾ അങ്ങനെ ഒന്നും ഇരുന്നിട്ട്? ഇപ്പോൾ ആശുപത്രി, എക്സാമ്പിൾ ആശുപത്രി തന്നെ എടുത്താൽ, ഇപ്പോൾ ആശുപത്രി പോയി കഴിഞ്ഞാൽ ഷീറ്റ് എടുക്കുന്നു, ടോക്കൺ വിളിക്കുന്നവരെ എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല കേട്ടോ. ഭൂരിഭാഗം ആൾക്കാരും കാരണം ആശുപത്രി പോയിരിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുന്നത്. നമ്മൾ ഫോൺ എടുക്കും, എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും, ടോക്കൺ വിളിക്കും, കയറും, കാണും, ഇറങ്ങും. യാഥാച്ചിട്ട് ഞാൻ കാണുന്ന എല്ലാവരും അങ്ങനെ ഇപ്പം ചെയ്യാറ്, ഇൻക്ലൂഡിങ് മീ. ബോറടിച്ചിരുന്നിട്ട് നാൾ കുറേയായി. എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ആയെന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ 10ൽ വലിയ ഇതായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ +1 അത്ര ഇൻസ്റ്റഗ്രാം യൂസ് ഉണ്ടായിരുന്നില്ല. +1 അവസാനിക്കും +2 ടൈമിലൊക്കെ ആയപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാം ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. ഈ ഡൂം സ്ക്രോളിങ്, അന്നത്ര ഡൂം സ്ക്രോളിങ് ഉണ്ടായിരുന്നില്ല, എന്നാലും ഇൻസ്റ്റഗ്രാം റീൽസ് കൂടുതലും കണ്ടു തുടങ്ങിയത് ആ ഒരു ടൈമിലാണ്. ഇപ്പം നമ്മൾ ബോറടിച്ചിരിക്കാറില്ല. പക്ഷെ വേറെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സക്സസ് ബോറിംഗ് ആണ്. ലൈഫിൽ സക്സസ്ഫുൾ ആകുക എന്നുള്ളത് ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ CA പഠിക്കുക, അത് തന്നെ എടുക്കുക. CAക്ക് ഒരു റിസൾട്ട് വന്നെങ്കിൽ 4 വർഷം എടുക്കും. 4 വർഷം നമ്മൾ ഇടയ്ക്ക് ഫൗണ്ടേഷൻ പാസ്സാവും, റിസൾട്ട് ഇൻ്റർ പാസ്സാവും, ഹാപ്പി റിസൾട്ട്. അതല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഓൾമോസ്റ്റ് 3.5-4 years എടുക്കും. അത് ബോറിംഗ് അല്ലേ? നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ലല്ലോ. നമുക്കൊരു ജോലി കിട്ടി, നമ്മൾ സക്സസ്ഫുൾ ആവുന്നത് CA കയറിയാൽ തന്നെ സക്സസ്ഫുൾ ആവില്ല. സക്സസ് ആവുന്നത് ബോറിംഗ് ആണ്. അത് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അത് ഭയങ്കര ബോറിംഗാണ്. ഈ പെട്ടെന്ന് കിട്ടുന്നതിനാണ് ചീപ്പ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. സക്സസ് വഴി കിട്ടുന്ന ഡോപ്പമിൻ ഭയങ്കര വലുതാണെങ്കിലും അത് ബോറിംഗാണ്. ഇപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടപ്പ്, ഒരു ബിസിനസ്സൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആസ് പെർ സ്റ്റഡീസ് മോസ്റ്റ് ഓഫ് ദി സ്റ്റാർട്ടപ്സ് ഇൻ ഇന്ത്യ ഫെയിൽസ്. ഇന്ത്യയിൽ കുറേ സ്റ്റാർട്ടപ്പ് ഇറങ്ങിയാലും അതൊക്കെ ഫെയിലാവും. ഐ തിങ്ക് അതിനൊരു കാരണം, മെയിൻ കാരണം എന്ന് പറയില്ല, എന്നാലും അതിനൊരു കാരണം ഇന്നത്തെ ഇൻസ്റ്റഗ്രാം ബിസിനസ് എൻവയോൺമെൻറ്റിൽ, അതായത് ഇൻസ്റ്റഗ്രാം വഴി കുറേ ബിസിനസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ പിള്ളേർ വരെ ബിസിനസ് ഓണേഴ്സാണ്. കുറേ സ്റ്റാർട്ടപ്പ് ഇൻസ്റ്റഗ്രാം വഴി നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ കാണുന്ന റീലൊക്കെ കുറേ കഴിയുമ്പോഴത്തേനും ഡിസപ്പിയർ ആയി പോവുക. കുറേയൊക്കെ തുടങ്ങി വയ്ക്കും, പിന്നീട് അങ്ങ് തീരും. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കിയാൽ, ഞാൻ യൂട്യൂബ് തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ ഫോൺ പോയി, ചെറിയൊരു ബ്രേക്ക് വന്നതാണ്. എൻ്റെ ഫോൺ
എനിക്ക് മിസ്സായി. പിന്നെ ഞാൻ ഒരു ബ്രേക്ക് വന്നിട്ട് പിന്നെ എനിക്ക് കൺസിസ്റ്റൻസി കിട്ടിയല്ല. യാ സംഭവം എന്താ വെച്ചാൽ യൂട്യൂബിൽ റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വീഡിയോ കാണാട്ടൊരു മോട്ടിവേഷനാവും. നമുക്ക് റീച്ച് കിട്ടി, ലൈക്ക് കിട്ടി, കമൻസ് വന്നു, യാ അടിപൊളി മോട്ടിവേഷനാവും. പക്ഷേ ഇതൊന്നും നമുക്കിപ്പോൾ ഒന്നുമില്ല, കുറവാണ്. നമുക്ക് മാക്സിമം എത്ര വ്യൂസ്, നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കുന്നത്. അത് ബോറിംഗ് അല്ലേ? ഗ്രോത്ത് ബോറിംഗ് അല്ലേ? ഒരു ചാനൽ ഗ്രോ ചെയ്യാന്നുള്ളത് ബോറിംഗ് അല്ലേ? ഇപ്പോൾ എനിക്ക് ഞാൻ വീഡിയോ ഇട്ടു, എനിക്ക് 10 ദിവസത്തിൽ 10 വീഡിയോ ഇട്ടു. എനിക്ക് ഈ 10 വീഡിയോ കൊണ്ട് എനിക്ക് 10K ലൈക്ക് വേണം, അല്ലെങ്കിൽ 10K സബ്സ്ക്രൈബേഴ്സ് കയറണം. അത് പറ്റില്ല. സബ്സ്ക്രൈബേഴ്സ് കൂടുക, ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളത് ബോറിംഗ് ആണ്. അത് പെട്ടെന്ന് കിട്ടില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കുറേ നാൾ പോകണം, അപ്പോഴേ അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. സോ സക്സസ് ഈസ് ബോറിംഗ്, ഗ്രോത്ത് ഈസ് ബോറിംഗ്, നല്ല കാര്യങ്ങളെല്ലാം ബോറിങ്ങാണ്. അപ്പം നമ്മൾ ഈ ബോറടിക്കാതിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? യാ എല്ലാ നല്ല കാര്യത്തിനും ഒരു ടൈമുണ്ട്, അതിൻ്റെ റിസൾട്ട് ബോറിംഗ് ആണ്. അപ്പോൾ ഇതേ എൻവയോൺമെൻറ്റ് തന്നെ നമ്മളെ ബോറടിക്കാൻ സമ്മതിക്കാണ്ടിരുന്നാൽ, അത് തന്നെ, നമ്മൾ ബോറടിക്കാൻ സമ്മതിക്കാതിരുന്നാൽ എങ്ങനെ ഗ്രോത്ത് നടക്കും? ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോ ഇപ്പോൾ ഇവിടം വരെ കണ്ടെത്തിയ ആൾക്കാരുണ്ടാവില്ല. ഇപ്പോഴത്തെ നമ്മുടെ എൻവയോൺമെൻറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ചീപ്പ് ഡോപ്പമിനെ ഫോക്കസ് ചെയ്താൽ, അതായത് ഇൻസ്റ്റഗ്രാമിൽ റീല് കാണുമ്പോഴാണെങ്കിലും യൂട്യൂബിൽ ഷോർട്സ് കാണുമ്പോഴാണെങ്കിലും നമുക്ക് കിട്ടുന്നത് ഡോപ്പമീൻ തന്നെയാണ്. പക്ഷെ അത് ചീപ്പാണ്, അത് നമുക്ക് വെറുതെ കിട്ടുക. പിന്നെ അത് തീരാൻ പോകുന്നില്ല. റീൽസ് ആണെങ്കിലും ഷോർട്സൊക്കെ ആണെങ്കിലും തീരില്ല. അതിങ്ങനെ ഒരെണ്ണത്തിൻ്റെ ബാലൻസ് അടുത്തതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ മെയിൻ കാര്യം, ഇൻസ്റ്റഗ്രാം നമ്മുടെ മൈൻഡ് റീഡറാണ്. നമ്മൾ എന്ത് കാണണമെന്ന് ആഗ്രഹിക്കണോ അത് തന്നെ അവരിടുള്ളൂ, അത് തന്നെ അവർ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിരുന്ന് കാണും, നമ്മൾ അടുത്തത് കാണും, ഇങ്ങനെ തോണ്ടി പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയില്ല. ഇപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ 32 അരയായപ്പോഴാണ് തുടങ്ങിയത്. ഇപ്പോൾ 3:45 പോകുന്നു. എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ഇത് റീൽ സ്ക്രോൾ ചെയ്യാനാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ ഇപ്പോഴേ പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും, നമ്മൾ അറിയില്ല. യാ ഇപ്പോൾ 15 മിനിറ്റായി. ടൈം സ്ലോ ആയിട്ട് പോകുന്ന പോലെ എനിക്ക് സെൻസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, നിങ്ങൾക്ക് യു ഹാവ് എ ഹെൽത്തി ബ്രെയിൻ എന്ന് പറയാം. അത്ര ഹെൽത്തി ആയിരിക്കാന്നില്ല, നമ്മളെല്ലാവരും സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ എൻവയോൺമെൻറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചീപ്പ് ഡോപ്പമീൻ കിട്ടാനാണ്. നമുക്ക് ചീപ്പായിട്ട് എല്ലായിടത്തും, ഇപ്പോൾ സ്ക്രോളിങ് മാത്രം നോക്കണ്ട, ലെറ്റ്സ് ടേക്ക് പോൺ, അതൊരു ഫാക്ടർ തന്നെയാണ്. അതും ചീപ്പ് ഡോപ്പമീൻ തന്നെയാണ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഐ ആം വാച്ചിങ് ദാറ്റ്. നമ്മൾ ആ പരിപാടി ചെയ്യില്ല, ആ പണി സ്റ്റീഫൻ ചെയ്യില്ല. സ്റ്റിൽ അതൊരു നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മുടെ സൊസൈറ്റി ഡിസൈൻ ചെയ്ത് പോകുന്നത് ചീപ്പ് ഡോപ്പമിന് വേണ്ടി ആണ്. അതായത് കോർപ്പറേറ്റ്സ്, വലിയ വലിയ ബിഗ് ഹെഡ്സ്, മാർക്ക് സക്കർബർഗർ അങ്ങനെയുള്ള വ്യക്തികൾ ഒക്കെ ഇത് ഡിസൈൻ ചെയ്യുന്ന അവർക്ക് കാശുണ്ടാക്കാം. നമ്മുടെ ടൈമാണ് പോകുന്നത്. നമ്മുടെ ടൈം വെച്ചിട്ട് ഈ ബർഗറൊക്കെ കാശുണ്ടാക്കും. നമുക്ക് ആവശ്യമുള്ള സാധനം, നമുക്ക് ആവശ്യമുള്ളതെന്നല്ല, നമ്മുടെ മൈൻഡിൽ തോന്നുന്നു. ഇപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ സങ്കടത്തിൻ്റെ റീലൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കുറച്ചുകൂടെ സങ്കടത്തിലാക്കി നമ്മളവിടെ പിടിച്ചിരുത്ത് ഹുക്ക് ചെയ്യും. ഞാൻ ഇപ്പോൾ വേറെ ചെറിയൊരു എക്സാമ്പിൾ, ഈ വീഡിയോ ഫുള്ള് പ്ലെയിൻ ആയിട്ട് ഇരുന്നത് തന്നെയാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഈ എഡിറ്റിങ്ങിന് റിട്ടൻഷനും നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചിരുത്താനായിട്ട് വലിയൊരു കാര്യമുണ്ട്. ഇത്ര നേരം ഈ വീഡിയോ പ്ലെയിൻ ആയിട്ടല്ലേ പോയത്, ഇത്ര നേരം പ്രത്യേകിച്ച് കട്ട്സോ കാര്യങ്ങളോ ഒന്നും വന്നുള്ള. പക്ഷേ ഇനി ഒരു ഇത്തിരി നേരത്തേക്ക്, അതായത് ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഇൻ്റർ പറയാം. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു സീരിയസ് കാര്യം പറഞ്ഞിടുക. നിങ്ങൾ ഈ വീഡിയോ 30 മിനിറ്റ് ഇരുന്ന് കാണില്ല, ഉറപ്പ്. നിങ്ങൾ ഈ വീഡിയോ 30 മിനിറ്റിന് കണ്ടു കഴിഞ്ഞാൽ യു ആർ ഗ്രേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അതൊരു ഹുക്ക്. പിന്നെ എഡിറ്റിങ്ങിൽ വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു കട്ട് കണ്ടില്ലേ? ഇനി വേണമെങ്കിൽ ബി റോൾ ഇടണം. ഞാനിപ്പോൾ എന്താ പറയുക, പെൻസിൽ, ലെറ്റ്സ് ടേക്ക് എ പെൻസിൽ. നമുക്കിപ്പോൾ ഒരു സ്ക്രിബിൾ, പടം വരയ്ക്കാം. ഈ സാധനം ഞാൻ എന്താ ഇപ്പം ബി റോളായിട്ട് ചിലപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ടുണ്ടോ. ഇങ്ങനെ ഒരു ബി റോളും പിന്നെ ഞാൻ സംസാരിക്കാൻ നേരത്തെ ഇടയ്ക്കുള്ള ഈ ഒരു സൂമിങ് ഇൻ സൂം ഔട്ട്, ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നോർമൽ പ്ലെയിൻ വീഡിയോ കണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു വിഷ്വൽ ബ്രേക്ക് ആവും. ലൈക്സ് പെൻസിലെടുത്തു, ഇങ്ങോട്ട് സൂം ചെയ്തു, മാറ്റി, വിഷ്വൽ ബ്രേക്ക് ആയില്ലേ? അങ്ങനെ നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകുമ്പോൾ അതിനൊരു ബ്രേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് അറ്റൻഷൻ ഒന്നുകൂടെ ഗ്രാബ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് അവരുടെ ഓഡിയൻസ്, മോസ്റ്റ് ഓഫ് ദ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരുടെ ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്നത്. എഡിറ്റിംഗ് വലിയൊരു കാര്യം ഇതാക്കുന്നുണ്ട്. അൾട്ടിമേറ്റ് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ പിടിച്ചിരുത്തുക, അവിടെ ഇരുത്തുക. അവരുടെ ആപ്പിൽ നമ്മൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. ഏറ്റവും വലിയ അസറ്റ് എന്താ? പൈസയാണോ? അല്ല, നമ്മുടെ സമയം. നമ്മുടെ സമയവും നമ്മുടെ അറ്റൻഷനാണ് ഏറ്റവും വലിയ അസറ്റ്. അത് അവരുടെ ആപ്പിൽ സ്പെൻഡ് ചെയ്യുക. അതാണ് സംഭവം. നമ്മളിത് അറിയുന്നില്ല. ഈ അടുത്ത് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ തന്നെ കണ്ടതാണ് ഈ ബോർഡത്തിനെ പറ്റി. ബോർഡം പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്രെയിൻ റോട്ട് മാറ്റണമെങ്കിൽ, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ബോറടിച്ചിരിക്കണം. ബോറടിച്ചിരിക്കുക എന്നുള്ളത് നമ്മുടെ തലയിൽ നോർമലാക്കണം. അത് ബോറടിക്കുമ്പോൾ തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്യാൻ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. നമ്മുടെ ചുറ്റും എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ട് എൻ്റർടൈൻമെൻറ്റ് എപ്പോഴും 24/7. ഉറങ്ങാണ്ട് എൻ്റർടൈൻമെൻറ്റ് വേണം, ഇവിടെ കിട്ടും, ഇതായിരിക്കണം. എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് നമ്മുടെ ചുറ്റും. ബോറടിച്ചിരിക്കാനായിട്ട് നമ്മുടെ ബ്രെയിൻ ട്രെയിൻ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഗ്രോത്ത് ഈസ് ബോറിങ്. സോ ഐ ഡിസൈഡഡ് ദാറ്റ് ഐ ഷുഡ് ബി ഡൂയിങ് ബോറിങ് സ്റ്റഫ്സ് ഫ്രം നൗ ഓൺ. ഇനി ഡെയിലി ഇപ്പോൾ 30 മിനിറ്റ് പറഞ്ഞു, ഇനി ഞാൻ നാളെ ചിലപ്പോൾ 1 മണിക്കൂർ ബോറടിച്ചിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നുണ്ട് ഇതുവരെ കണ്ടവരെന്ന്. ഇതുവരെ കാണാൻ പറ്റില്ല, നമ്മുടെ ബ്രെയിൻ സമ്മതിക്കില്ലല്ലോ, അതല്ലേ കാര്യം. ഇപ്പം നിങ്ങൾ കൈയും കണി കെട്ടിയിട്ടിട്ട് ചിലപ്പോൾ ഈ വീഡിയോ ഇത്ര നേരം ഒന്ന് കാണാൻ പറ്റും. മെയിൻ തിങ് വേറെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു സമയം വേസ്റ്റാണ്. ഈ വീഡിയോ ഇപ്പോൾ 30 സെക്കൻഡ് ഇരുന്ന് കാണാൻ നിങ്ങൾക്കൊരു സമയം വേസ്റ്റായിട്ട് വേണമെങ്കിൽ പറയാം. 30 മിനിറ്റിലൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ വെറുതെ എന്തെങ്കിലും വളവളാന്ന് പറയുകയല്ല. ഇത് നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ വിൻ ഫോർ മീ. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇതുവരെ കണ്ട ആൾക്കാർ, ഇതുവരെ സർവൈവ് ചെയ്ത വാരിയേഴ്സ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ഡൗൺ. ഇതുപോലത്തെ ഞാൻ ചിലപ്പോൾ ബോറിങ്, ഇത് എൻ്റെ ഫസ്റ്റ് ബോറിങ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ദെൻ വിൽ റെക്കോർഡ് ഓൾ അവർ ബോറിങ് സെക്ഷൻസ്. അതിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ പറച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി 20 മിനിറ്റ്സ് ക്രോസ് ചെയ്തു. ഇത്രയൊക്കെ പറഞ്ഞാൽ ഞാൻ ഇരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ബോറടിച്ചിരിക്കുമല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. നാളെ ഇനിയിപ്പോൾ ചിലപ്പോൾ ബോറടിക്കുമ്പോൾ വെറുതെ ഇരിക്കും, വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കും, അങ്ങനെ സീലിംഗ് നോക്കിയിരിക്കാം, വല്ലയിടത്തേക്കും പാമ്പ് വിളിച്ച് നോക്കിയിരിക്കാം. അതറിയുന്നത്. ഇത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ ആളുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ വേണമെങ്കിൽ ലൈവ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഷോർട്സിൽ ലൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ ലൈവ് ചെയ്യുന്ന പരിപാടി തന്നെയാണ്. കുറേ പേര് ഈ ഷോർട്സിൽ ലൈവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ചുമ്മാ തോണ്ടി പോകുമ്പോൾ, അപ്പോഴും തോണ്ടല്ലേ തന്നെ, ചുമ്മാ തോണ്ടി പോകുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്. പറ്റുമെങ്കിൽ ബോറിംഗ് ആയിട്ടിരിക്കണത് ലൈവ് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, നല്ലതായിരിക്കും അല്ലേ? ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ബോറടിച്ചിരിക്കാനായിട്ട് ട്രെയിൻ ചെയ്യുക നിങ്ങളുടെ ബ്രെയിൻ. അത് ഭയങ്കര നല്ലൊരു ഇന്നത്തെ എൻവയോൺമെൻറ്റ്, ഇന്നത്തെ സൊസൈറ്റിയിൽ അത് നല്ലൊരു സ്കില്ലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സ്വയം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു സ്കില്ലായിരിക്കും അത്. ബോറടിച്ചിരിക്കുക. ട്രെയിൻ യുവർ ബ്രെയിൻ ടു ഡു ബോറിങ് സ്റ്റഫ്സ്. ശരിക്കും സമയം ഭയങ്കര പയ്യെ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. damn, it's good. ഇത്രയും ദിവസം ഞാൻ എത്ര വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം, വെറുതെ വീട്ടിലിരിക്കുന്ന എനിക്ക് കണ്ടൻ്റ് ഒന്നുമില്ല.
ഇനിയിപ്പോൾ ജൂലൈ 3-ാം തീയതി റിസൾട്ട് വരുമെന്ന് പറയുന്നുണ്ട്. റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ ഇനി പഠിക്കുന്ന സാധനം ഉറപ്പായിട്ടും കണ്ടൻ്റായിട്ട് ഇടും. ഇനി വെറുതെ വായും പൊളിച്ച് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കൺസിസ്റ്റൻസി ആക്ഷനിൽ കാണിക്കണം. വാ കൊണ്ട് പറയേണ്ട കാര്യമല്ലോ. ഐ എം പ്ലാനിങ് ടു ഡു സംതിങ് ബിഗ്. നമ്മൾ പയ്യെ ഓരോന്ന് റിവീൽ ചെയ്ത് വരും, അത് വേറെ കാര്യം. ബോറടിച്ചിരിക്കാൻ പഠിക്കണം. ബോറിങ്. I think I'm out of words. എനിക്ക് മനസ്സിലായ സംഭവം എന്താണെന്നറിയോ? എൻ്റെ അനിയത്തി, അവൾ ഫുഡ് കഴിക്കുമ്പോൾ പോലും ഈ ഫോണിലാണ്ട് പറ്റില്ല. ചായ കുടിക്കുമ്പോൾ, വൈകിട്ട് ചോറിനുമ്പോൾ, ഉച്ചയ്ക്ക് പിന്നെ സ്കൂളിൽ പോകണം, അത് എന്തായാലും നടപടിയാവില്ല. സ്കൂളിൽ വിട്ട് വന്നു കഴിയുമ്പോൾ ചായ കുടിക്കാൻ നേരത്ത്, വൈകിട്ട് ചായ കുടിക്കുമ്പോൾ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഫോണിലാണ്ട് അവൾക്ക് പറ്റില്ല. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. ഫോൺ ഉപയോഗിച്ച് നമ്മളെന്താ കഴിക്കുന്നതെന്ന് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യണം. ആക്ച്വലി അതാണ് ഏറ്റവും വേണ്ട കാര്യം. ഫോൺ നോക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയില്ല നമ്മൾ എന്താ തിന്നുന്നത്, ഇറങ്ങിപ്പോണ്ടോ, എല്ലായിടത്തും കുടുങ്ങിയിരിക്കും, ഒന്നും അറിയില്ല. അപ്പോൾ അവളും ഏറെക്കുറെ ബ്രെയിൻ റോട്ടറാണ്. പക്ഷേ ഇപ്പം എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ട് നോക്കിക്കോ. ചെറിയൊരു ഡിഫറൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യാം. ഒരു എലിപ്പെട്ടി എന്താണെന്നറിയില്ല, ഈ എലീനെ കെണി വെച്ച് അകത്ത് ഫുഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അത് പോയി എടുക്കുമ്പോഴത്തേനും ഡോർ അടഞ്ഞിട്ട് എലി ട്രാപ്പായി വന്ന എലിക്കണി. ഇത് ഈ ഒരു സ്ക്രോളിങ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, അതൊരു എലിക്കണിയായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു എലിക്കണി, അതിൻ്റെ അകത്ത് ഡോപ്പാമൈൻ ഇരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഡോപ്പാമൈനാണ്, അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പം നമ്മൾ ഈ മണം പിടിച്ച് അവിടെ പോയി തീറ്റ എടുക്കുന്നു, അടയുന്നു, കുടുങ്ങി. ഈ എലിക്കണി ഇവിടെ സക്കർബർഗർ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ മേളിലിരിക്കണം. ഇപ്പം മെറ്റയുടെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ ഇതായെന്നാണ് ഞാൻ പുള്ളീനെ എടുത്ത് പറയുന്നത്. വേറെ ആൾക്കാരുണ്ട്, എല്ലാവരും കണക്ക് തന്നെ. അപ്പോൾ ഇവരൊക്കെ അതിനകത്ത് നിന്ന് പൈസ ഉണ്ടാക്കുന്നു. നമ്മൾ എലികൾ പോയി കെണി പോയി പെടുന്നു. ഡിഫറൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരെലി, എൻ്റെ അനിയത്തി ഒരു എലി. ആ എലിക്കണി, ആ ഒരു സംഭവം ഒരു കെണിയാണ്, അതൊരു ട്രാപ്പാണ്. അതിനകത്തിരിക്കുന്ന തീറ്റ ഉണ്ടല്ലോ, അതെനിക്ക് ആവശ്യമുള്ളതല്ല. ആ തീറ്റ ഞാൻ തിന്നാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനവിടെ കുടുങ്ങും, എൻ്റെ ജീവൻ പോവും എന്നെനിക്കറിയാം. എൻ്റെ അനിയത്തിക്ക് അതറിയില്ല. അനിയത്തി നോക്കുമ്പോൾ അനിയത്തിക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് മാത്രമേ അറിയുള്ളൂ. എനിക്കറിയാം അത് തെറ്റാണ്, എനിക്കറിയാം അത് ശരിയല്ല, അത് കെണിയാണ്, അത് ട്രാപ്പാണെന്ന് എനിക്കറിയാം. എൻ്റെ അനിയത്തിക്ക് അത് അറിയില്ല. ഇപ്പോൾ 2 വ്യക്തികളായി. ഒന്ന് ഇത് ട്രാപ്പാണെന്ന് അറിയാവുന്ന ഞാനും, ഒരു ബോധമില്ലാത്ത എൻ്റെ അനിയത്തി. പക്ഷേ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതറിഞ്ഞു വെച്ചിട്ടും ഈ എലി അതേ കെണിയിൽ പോയിട്ട് അതേ തീറ്റ എടുത്ത് മൾട്ടിപ്പിൾ ടൈംസ് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നെ അതിനകത്ത് തന്നെ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ അനിയത്തി എലിയുടെ കാര്യം പറയാനില്ല, അത് പിന്നെ എപ്പോഴും അങ്ങോട്ട് പോയിട്ട് ആ കെണിയിലാണ്, ഇപ്പോൾ കെണിയിൽപ്പെട്ടു. ഷീസ് ട്രാപ്ഡ്. ഈ എലി ഇതറിഞ്ഞു വെച്ചിട്ട് ആ കെണിയിലേക്ക് പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം അവിടുത്തെ അതിൻ്റെ ആ ഒരു സംഭവം ഒരു കെണി അല്ല ഉള്ളൂ. കെണി നമ്മുടെ കൈ ചുവന്നുകൊണ്ട് നടക്കുക, ട്രാപ്പ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എങ്ങനെ നമുക്കിതിനകത്ത് രക്ഷപ്പെടാൻ പറ്റും? അറിഞ്ഞു വെച്ചിട്ടും പോയി ഇതേ സെയിം മിസ്റ്റേക്ക് പിന്നെയും ചെയ്യാന്ന് പറയുകയാണെങ്കിൽ, എന്നെപ്പോലൊരു മണ്ടൻ വേറെ. നമ്മളെല്ലാവരും മണ്ടന്മാരല്ലേ സുഹൃത്തുക്കളെ, എല്ലാവരും ഇതേ സെയിം സംഭവം തന്നെ ചെയ്യണേ. നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. അവരത് ഡിസൈൻ ചെയ്തു, ഇതുപോലത്തെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് മോഡൽ അവർ ഡിസൈൻ ചെയ്തു. അവരതിനകത്ത് പൈസ ഉണ്ടാക്കുന്നു, ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. നമ്മുടെ സമയം, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ഏറ്റവും വലിയ അസറ്റായിട്ടുള്ള സമയം അവർ പൈസയായിട്ട് കൺവേർട്ട് ചെയ്ത് അവരുടെ പോക്കറ്റിൽ കൊണ്ടുപോയി ഇടുന്നു. പോക്കറ്റില്ല, എന്തായാലും അവരുടെ പോക്കറ്റിൽ കൊണ്ടുപോയി ഇടുന്നു. അതാണ് നടക്കുന്നത്. വലിയൊരു കോർപ്പറേറ്റ് ഗെയിം. ഇത് മനസ്സിലാക്കിയിട്ട് ഈ കെണിയിലേക്ക് പോയി പെടുന്നത് എന്നെ മെനകെട്ട ഏർപ്പാടല്ലേ.
മാറണം, മാറ്റണം, മാറ്റിയിരിക്കും. ബോറടിക്കുക, അത്രേ പറയാനുള്ളൂ. ബോറടിച്ചിരിക്കുക. ഒന്നും പറഞ്ഞിട്ട് ഇതുപോലെ ചീപ്പ് ഡോപ്പമിൻ കൺസ്യൂം ചെയ്യാൻ പോകാതിരിക്കുക. കൺസംഷൻ കുറയ്ക്കുക. ഇതിൻ്റെയൊക്കെ ഒറ്റയടിക്ക് നിർത്താനായിട്ട് ആരെക്കൊണ്ടും പറ്റും, വിചാരിച്ചാൽ പറ്റുമെന്നൊരു ചിന്ത ഉണ്ട് എനിക്ക്. സ്ട്രഗിൾ ചെയ്യണം. എന്തൊരു അഡിക്ഷനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണെങ്കിലും എന്ത് അഡിക്ഷൻ ആണെങ്കിലും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് പെട്ടെന്ന് പോയിട്ട് വലി നിർത്താൻ പറഞ്ഞാൽ പറ്റുമോ? ഏതൊരു അഡിക്ഷനും ടൈം എടുക്കും. ഐ തിങ്ക് ദിസ് 30 minutes വാസ് റിയലി ഗുഡ്. കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റി എന്ന് ഞാൻ കരുതുന്നു. ഈ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കൊരു പിടുത്തമല്ല. ഞാൻ മൈക്കിൽ നിന്ന് പല സമയത്തും ദൂരെ പോയിട്ടും പല സമയത്ത് അടുത്തിരുന്നൊക്കെ സംസാരിച്ചു. സൗണ്ടിന് നല്ല ഇതുണ്ടായിരിക്കും. പിന്നെ എൻ്റെ ഈ മൈക്കിന് ചെറിയ പ്രശ്നമുണ്ട്. ഈ കീ എന്ന് പറഞ്ഞിട്ട് ചെറിയ ഗ്രെയിനൊക്കെ വരും. ഇത് ഫുള്ളായിട്ട് ഇടയ്ക്ക് ഞാൻ മറ്റേ എഡിറ്റിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞ ഒരു സംഭവം, അതായത് സൂം ഇൻ സൂം ഔട്ട് അവസാനം പറഞ്ഞില്ലേ, അത് മാത്രമായിരിക്കും ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്യുക. വേറെ ഒന്നും ഞാൻ എഡിറ്റ് ചെയ്യാൻ നിൽക്കില്ല. വോയിസ് എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടേ ഞാൻ വോയിസ് എൻഹാൻസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കാൻ പറ്റാത്തൊരു വീഡിയോ ആയിരിക്കും. അങ്ങനെ തന്നെ പറയാം. ഈ വീഡിയോ മോസ്റ്റ് ഓഫ് ആൾക്കാർക്കും കണ്ടിരിക്കാൻ പറ്റാത്തൊരു വീഡിയോ ആയിരിക്കും. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് ആവാറായി. ഇത് ഇത്രയും കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വെൽ ഡൺ, യു ആർ ടു ഗുഡ്. അടിപൊളി, അമേസിങ്, റിയലി അമേസിങ് എന്ന് പറയാനുള്ളൂ. ബോറടിച്ചിരിക്കുക, ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഡീപ്പായിട്ട് ചിന്തിക്കാൻ പറ്റും. മര്യാദക്ക് ബോറടിച്ചിരുന്നിട്ട് എത്ര നാളായിരുന്നു, വർഷങ്ങളായി കാണും ബോറടിച്ചിരുന്നിട്ട്. സോ പ്രൊമോട്ട് ചെയ്യുക, ബോറടിക്കുന്നത് പ്രൊമോട്ട് ചെയ്യുക. ഗ്രോത്ത് ഈസ് ബോറിങ്, സക്സസ് ഈസ് ബോറിങ്, എവറിത്തിങ് ഗുഡ് ഈസ് ബോറിങ്. ഐ ആം ഔട്ട് ഓഫ് വേർഡ്സ് സ്റ്റിൽ. ഇനി അവസരം വെറുതെ മിണ്ടാണ്ടിരിക്കാം. ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതല്ലേ, ഇനി ഇച്ചിരി നേരം വെറുതെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. മുടി വെട്ടാറായി. ശരി, ഇങ്ങനെയൊക്കെ ബോറടിച്ചിരുന്നിട്ട് ഇങ്ങനെ കൂട്ടുവായി കിടന്നിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതൊന്നും അറിയില്ല. സ്ക്രോൾ ചെയ്യുമ്പോൾ കൂട്ടുക നമ്മൾ ഇടണമെന്ന് പോലും അറിയില്ല. എല്ലാം ഇൻവോളണ്ടറി മൊമെൻറ്റ്സ് ആണ്. ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ സോംബികളല്ലേ. പിന്നെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ കയ്യിലല്ല, പിന്നെ എല്ലാം ഓട്ടോപൈലറ്റ്. ആ ഓട്ടോപൈലറ്റിലാകാൻ അങ്ങനെ നമ്മളെ വിരലായിരിക്കും. ഈ വിരലല്ല, ഇങ്ങനെ ഓട്ടോപൈലറ്റ്. ദിസ് വേൾഡ് ഈസ് സോ ഫക്ഡ് അപ്പ് ഡ്യൂഡ്. നമുക്കൊന്നും മര്യാദക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വി ആർ ഓൾ ബീങ് കൺട്രോൾഡ് ബൈ someone, some group of people, someone at the top. നമുക്ക് നമ്മുടെ ഫ്രീ വില്ല് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഐ എം സീരിയസ്ലി സേയിങ് ദാറ്റ്. നമുക്ക് നമ്മുടെ ഫ്രീ വില്ല് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഡാം, ഇതൊരു സീരിയസ് കാര്യമാണ്. പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുക. ദാറ്റ് വാസ് ഡീപ്പ് തോട്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് 32 10 മണിയായി. എത്ര മിനിറ്റായി വീഡിയോ? വീഡിയോ 29 minutes ആയി. വീഡിയോ 29 minutes ആയി ഗൈസ്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു 1-2 മിനിറ്റ് കട്ടായിപ്പോയി. അത് കിട്ടിയില്ല, അത് റെക്കോർഡായില്ല. സംഭവം ഇത്രേ ഉള്ളൂ. 30 മിനിറ്റ് നമ്മളിരുന്നു, ബോറടിച്ച്. കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് പറ്റി. ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത്ര നേരം ഈ 30 മിനിറ്റ് ഈ വീഡിയോ കണ്ട് ഈ ഫിനിഷ് ചെയ്ത ആൾക്കാർ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്രീഷിയേറ്റ് ദാറ്റ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസസ് അതെല്ലാം കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മാറാമല്ലോ. പിന്നെ എന്ന് ഞാൻ ഇനി ഇതുപോലെ 1 മണിക്കൂർ 1/2 മണിക്കൂർ വെച്ച് ബോറടിച്ചിരിക്കണമെന്ന് വിചാരിക്കുന്നു. ആ സെക്ഷൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ
അതും താഴെ മെൻഷൻ ചെയ്യാം, നമുക്കത് ഇടാം. അല്ലെങ്കിൽ ഇടയ്ക്ക് ലൈവിൻ്റെ കേസ് പറഞ്ഞല്ലോ, അത് നമുക്ക് ചിന്തിക്കാവുന്ന കേസാണ്. അപ്പോൾ ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ ഇതൊക്കെ കേൾക്കാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ല, അതൊക്കെ കേൾക്കണം എന്ന് കേൾക്കേണ്ടവർ എന്ന് തോന്നുന്ന ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ.